ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം ഞാൻ യശോദാമ്മയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ദേവകി അമ്മയുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത്, അതായത് ദേവകി അമ്മയുടെ ത്യാഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് യശോദാ മാതാവിനെ കുറിച്ച് മാത്രം പറയുന്നത് എന്ന്? അങ്ങനെ ഇല്ല കേട്ടോ. ദേവകി അമ്മയെ പോലെ ത്യാഗം ചെയ്ത ഒരു സ്ത്രീ മറ്റാരുമില്ല എന്നാണ് പറയുക. കാരണം ഭഗവാനെ തന്റെ ഉദരത്തിൽ ചുമക്കാനായിട്ട് സാധിച്ചു അമ്മയ്ക്ക്. ഭഗവാനെ ജന്മം നൽകാനായിട്ട് സാധിച്ചു. പക്ഷെ ഒരു പ്രാവശ്യം പോലും മുലയൂട്ടാനായിട്ട് സാധിച്ചില്ല എന്നത് ഏറ്റവും വലിയൊരു ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഭഗവാനെ ഉദരത്തിൽ ചുമന്ന് ജന്മം നൽകാനും വേണം ഏറ്റവും അധികം ഭാഗ്യം. അപ്പോൾ അതിലേക്ക് ദേവകി അമ്മയെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യുഗങ്ങൾക്ക് മുൻപ് ഒരു ദമ്പതിമാരുണ്ടായിരുന്നു. പ്രശ്നിയും സുതപസും എന്നതാണ് അവരുടെ നാമം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കഠിന ഭക്തരായിരുന്നു ഇവർ രണ്ടുപേരും. ഭഗവാന്റെ മാതാപിതാക്കളാവണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിൽ പ്രശ്നിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഭഗവാനെ ഉദരത്തിൽ ചുവന്ന് ഭഗവാന് ജന്മം നൽകണം എന്ന് തന്നെയായിരുന്നു. അങ്ങനെ അതിനായി അവര് അതികഠിനമായിട്ട് തന്നെ തപസ് ചെയ്യാനായിട്ട് തുടങ്ങി. സംവത്സരങ്ങളോളം നീണ്ടു നിന്ന അതികഠിനമായിട്ടുള്ള തപസ് തന്നെയായിരുന്നു അത്. അങ്ങനെ അവസാനം അവരുടെ തപസ്സിൽ പ്രീതിപ്പെട്ട് സാക്ഷാൽ മഹാവിഷ്ണു അവർക്ക് മുന്നിൽ പ്രത്യക്ഷനാവുകയാണ്. അവരുടെ ആ സ്നേഹവും ആ ഭക്തിയും ആ സമർപ്പണ ബോധവും കണ്ട് അത്രമേൽ സംപ്രീതനായ സാക്ഷാൽ മഹാവിഷ്ണു അവർക്ക് നൽകിയ വരം എന്നതാണ് എന്നറിയുമോ? അതായത് ഇനി വരുന്ന 3 ജന്മങ്ങളിൽ താൻ അവരുടെ മകനായി പിറക്കാം എന്നതാണ് സാക്ഷാൽ മഹാവിഷ്ണു അവർക്ക് നൽകിയ വലിയൊരു വരദാനം എന്ന് പറയുന്നത്. അപ്പോ ആ വരദാനത്തിന്റെ ഭാഗമായിട്ട് അതേ ജന്മത്തിൽ തന്നെ, അതായത് പ്രശ്നിയും സുതപസുമായിരിക്കുന്ന അതേ ജന്മത്തിൽ തന്നെ ഭഗവാൻ അവർക്ക് പുത്രനായി ജനിച്ചു. അടുത്ത ജന്മം അവർ പുനർജനിക്കുന്നത് കശ്യപ മുനിയും അതിഥി ദേവിയുമായിട്ടാണ്. ആ ജന്മത്തിൽ ഭഗവാൻ അവരുടെ പുത്രനായി വാമനമൂർത്തിയായി ജന്മമെടുത്തു. അത് കഴിഞ്ഞ് ദ്വാപര യുഗത്തിൽ അവർ ജന്മമെടുക്കുന്നത് ദേവകി അമ്മയും വസുദേവരുമായിട്ടാണ്. ആ ജന്മത്തിൽ ഭഗവാൻ അവർക്ക് ശ്രീകൃഷ്ണനായിട്ട് അവരുടെ പുത്രനായി ജന്മമെടുത്തു. എന്തൊരു ഭാഗ്യമാണല്ലേ ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഭഗവാനെ തന്റെ ഉദരത്തിൽ ചുമക്കുക എന്ന് പറയുന്നത് ഭഗവാനെ തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ ഭഗവാനെ ജന്മം നൽകി ഭഗവാന്റെ മാതാവാവുക എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യമാണ് ആ അമ്മ നിർവഹിച്ചിരിക്കുന്നത്. അത്രയും വലിയൊരു കാര്യം ചെയ്ത ആ അമ്മയ്ക്ക് ഞാൻ നിറ കൈകളോടുകൂടി ഞാൻ അമ്മയോട് പ്രണമിക്കുന്നു എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.